ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ വീഡിയോ ഉച്ച തൊട്ട് രാത്രി വരെയുള്ള എൻ്റെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ അടങ്ങിയ ഒരു വീഡിയോ ആണ് കേട്ടോ. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന ചില കാര്യങ്ങൾ. ചെറിയൊരു മടിയും കൂടിയുണ്ട് ഈ ഉച്ച നേരത്തെ അടുക്കളയിൽ നിൽക്കുമ്പോൾ. വേറൊന്നുമല്ല, ഈ ചൂട്. അതല്ലാതെ എന്താ, ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുത്ത ശേഷം കുറേ പാത്രങ്ങളുണ്ട് കഴുകാൻ. അതങ്ങനെ കുന്നുകൂടി വെക്കാതെ കൈയോടുകൂടി കഴുകിയെടുക്കുന്നതാണ് നമ്മളെല്ലാ സ്ത്രീകൾക്കും ഇഷ്ടം. പാത്രമെല്ലാം കഴുകി അടുക്കള നീറ്റായി കിടക്കുമ്പോഴുള്ള ഒരു സന്തോഷം അതൊരു വേറെ തന്നെയാണ് അല്ലേ. നമ്മുടെ വീട്ടിൽ എപ്പോഴും നീറ്റായി കിടക്കേണ്ട ഒരു സ്ഥലമാണ് കിച്ചൺ. ചില സമയങ്ങളിൽ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് കഴുകാം, അല്ലെങ്കിൽ വൈകുന്നേരം കഴുകാം, ഇപ്പം അവിടെ ഇരിക്കട്ടെ, കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞിട്ടിരിക്കും. പക്ഷേ ആ സമയം നോക്കിയിട്ടായിരിക്കും നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ ഗസ്റ്റുകൾ വരിക. അപ്പോൾ നേരെ പോകുന്നത് ചിലപ്പോൾ കിച്ചൺ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ എപ്പോഴും നീറ്റായിരിക്കണം. പ്രത്യേകിച്ച് അടുക്കളയിൽ ഏറ്റവും വൃത്തികേടായി തോന്നുന്ന കാര്യം തന്നെ പാത്രങ്ങൾ നമ്മൾ ഡംപ് ചെയ്ത് വെക്കുന്നതായിരിക്കാം. പിന്നെ എപ്പോഴും അടുക്കളയിൽ ഉണ്ടാകുന്ന സാധനം ഈ പ്ലാസ്റ്റിക് കവറുകൾ, അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ടാവും. അതൊക്കെ കൈയോടുകൂടി നമ്മൾ ഒരു ചാക്കിൽ കെട്ടി ബാക്കിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഒരു മാസത്തിൽ ആൾക്കാർ വരുമ്പോൾ അത് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കിച്ചൺ സിങ്കെല്ലാം കഴുകി, ഞാൻ പാത്രം കഴുകാൻ ഇവിടെ സോപ്പ് അധികം യൂസ് ചെയ്യാറില്ല, ഞാൻ ലിക്വിഡാണ് യൂസ് ചെയ്യുന്നത്. അത് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് അതൊരു പൊടിയൊക്കെ വാങ്ങിച്ച് വലിയ കണ്ടെയ്നറിൽ അതാക്കി കലക്കി എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആവശ്യത്തിന് ചെറിയ ബോട്ടിലേക്ക് എടുത്തിട്ട് യൂസ് ചെയ്യുക. നല്ല മണമാണ്, നമ്മൾ പ്രില്ല് അങ്ങനെയുള്ള ലിക്വിഡ് പോലെ ഇരിക്കും, നല്ല മണമാണ് കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ ചെടിക്കൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച്, ഈ ചൂട് കാലത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്നത് പോലെ തന്നെയാണ് ചെടികളിലേക്കും ഇടയ്ക്കിടയ്ക്ക് വെള്ളം വറ്റിയ സമയത്ത് ഒഴിച്ചു കൊടുക്കുക എന്നതും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കിച്ചണിൽ വൃത്തിയാക്കുന്നതോടൊപ്പം തന്നെ നമ്മൾക്ക് എപ്പോഴും ആക്സസ് ആയിട്ടുള്ള സാധനങ്ങൾ, നമുക്ക് പെട്ടെന്ന് എടുക്കേണ്ടത്, നമ്മൾ അങ്ങനെയുള്ള സാധനങ്ങൾ എപ്പോഴും ഷെൽഫിൽ അങ്ങനെ അടച്ചു കൂട്ടി വെക്കാതെ നമുക്ക് കയ്യെത്തും ദൂരത്ത് പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന ദൂരത്തിൽ വെക്കുക. അത് നീറ്റായി വെക്കുക, വൃത്തിയാക്കുക. കാലത്തെ അടിക്കലും തുടയ്ക്കലൊക്കെ കഴിഞ്ഞാൽ പോലും കുട്ടികളുള്ള വീടാവുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ആ പണി ഒന്നും കൂടി കിട്ടും. എന്തെങ്കിലും കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ടോയ്സ് അവിടേക്ക് ഇട്ടിട്ട് അതിൻ്റെ പൊടികളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും പൊടികളായിട്ട്. അപ്പോൾ ഒന്നും കൂടി നമുക്ക് ആ പണി റിപ്പീറ്റേഷനായി വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ പണികളെല്ലാം എനിക്ക് അതിന് ഉറങ്ങുന്ന സമയത്താണ് കൂടുതലും നടക്കുള്ളൂ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഇടയിൽ 100 തവണ ഉമ്മ വന്ന് വിളിച്ച് പിന്നെ അതവിടെ ഇട്ടിട്ട് പോകേണ്ട അവസ്ഥയാണ്. അപ്പോൾ അതിന് ഉറങ്ങുന്ന ടൈമാകുമ്പോൾ പിന്നെ നമുക്കത് ഒറ്റ സ്ട്രെച്ചിൽ തന്നെ ആ പണികളെല്ലാം അങ്ങോട്ട് തീർക്കാൻ പറ്റും. അത് കഴിഞ്ഞൊരു തുണികൾ ഒരുപാടുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പണിയാണ് തുണി മടക്കൽ. പക്ഷെ അതിൻ്റെ ഇടയിൽ ആരെങ്കിലും വിളിച്ചിട്ട് ഇടയിൽ പോകുന്നത് എനിക്കിഷ്ടമല്ല. ചെയ്യാൻ നിന്നാൽ അത് കംപ്ലീറ്റ് ആയിട്ട് കഴിച്ചിട്ട് വേണം എനിക്ക് പോകാൻ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പണിയും കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് തുണികൾ മടക്കാനുണ്ട്, എല്ലാം കുന്നുകൂടി വെക്കാണ്ട് അപ്പോൾ വേഗം മടക്കാൻ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ എല്ലാവരുടെ തുണിയും മടക്കി വെച്ച് എല്ലാവരുടെയും സെപ്പറേറ്റായി തിരിച്ച് എല്ലാം അതാത് ഷെൽഫിൽ കൊണ്ടുവച്ചു. പിന്നെ അതിന് വൈകുന്നേരം ഒഴിച്ചപ്പോൾ അതിന് പാല് അവൻ ഫുള്ളൊന്നും കുടിക്കില്ല, കുറച്ച് കുടിക്കുള്ളൂ. എന്നാൽ പോലും അതൊരു കുറച്ച് കൊടുക്കാണ്ടിരുന്നാൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ അതിന് ഉറങ്ങി എണിച്ച് നേരം ചായയൊക്കെ ആറ്റിയിട്ട് അതിന് വേണ്ടി ചായ കൊണ്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ. അതിന് ഉറക്കമൊക്കെ എണീറ്റിട്ട് ഉമ്മർത്ത് പോയിരുന്നിട്ട് തന്നെ ചായ കുടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം പോയി ചേരക്കെട്ട് അവിടെ സീറ്റ് പിടിച്ചു. എന്നിട്ടാണ് ഞാൻ പോകുന്നത്. അങ്ങനെ അതിനൊന്ന് ചായ എല്ലാം കൊടുത്തു. കുറച്ച് നേരം അതിനോൻ്റെ കൂടെ ഇരുന്നു. പകൽ സമയത്തൊന്നും കൂടുതലും മൈനുവിനെ പുറത്ത് വിടാറില്ല, കാരണം അത്രയും ചൂടായതുകൊണ്ട്
പുറത്തേക്ക് അങ്ങനെ വിടാറേ ഇല്ല. വൈകുന്നേരമാണ് അതിനോനെ കുറച്ച് കളിക്കാനാണെങ്കിലും അവൻ്റെ കൂടെ ഞാൻ കളിക്കാനാണെങ്കിലും ഒക്കെ നിൽക്കുക. അപ്പോൾ വൈകിട്ട് ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങിയപ്പോൾ ആദ്യം എൻ്റെ പൈപ്പ് വാങ്ങിച്ചിട്ട് ഞാൻ നനയ്ക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളുടെ വീട്ടിൽ ആകെ ഒരു മാവേ ഉള്ളൂ. ആ മാവിന് വെള്ളം ഒഴിക്കണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ അതിന് പോയി അതിനുവിൻ്റെ ചെരുപ്പ് കഴുകലായി പിന്നത്തെ അടുത്ത പണി. എനിക്ക് വെള്ളം ഒഴിക്കാൻ തരുന്നേ ഉണ്ടാവില്ല. എങ്ങനെയൊക്കെയോ സോപ്പിട്ടിട്ടാണ് അതിനുവിൻ്റെ ഞാൻ ഓസ് വാങ്ങിച്ച് ചെടികൾക്കൊക്കെ വെള്ളം നനച്ചത്. അങ്ങനെ ആ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അതിനുവിൻ്റെ കൂടെ കളിക്കാൻ നിൽക്കാമെന്ന് പറഞ്ഞു. അതിനുവിൻ്റെ കൂടെ സ്ഥിരം കളിക്കുന്നതാണ് ഈ ബോൾ കളി. അപ്പോൾ ഫ്രണ്ടിൽ ചൂട് അങ്ങോട്ട് അത്ര പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ബാക്കിൽ വന്നിട്ട് ഞാനും അതിനും കൂടി ബോൾ കളിച്ചുകൊണ്ടിരിക്കുക. അതിനൊന്നും ഇഷ്ടമുള്ളൊരു കളിയും കൂടിയാണ് കേട്ടോ ബോൾ കളി. പക്ഷേ ഈ ചൂടത്ത് അതിനുവിൻ്റെ 2-3 ബോൾ ചുങ്ങിപ്പോയി. അത്രയും ചൂടായത് കാരണം ഇതിനി എത്രാമത്തെ ബോൾ ഇനിയും വാങ്ങിക്കേണ്ടി വരുമെന്ന് അറിയില്ല. വെയിൽ കയറിയപ്പോൾ അതിനുവിനെയും കൊണ്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ പുറത്ത് പോകാമെന്ന് കരുതി ഡ്രസ്സൊക്കെ ചെയ്ത് അതിനുവിനെയും കൂടി ഞങ്ങൾ ടൗണിലേക്ക് ഇറങ്ങി. അതിനുവിനെ കറങ്ങാൻ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് വൈകുന്നേരമായാൽ പിന്നെ പറയുകയും വേണ്ട. അപ്പോൾ എനിക്ക് ഫ്ലൈൻഗീസൊക്കെ തന്നിട്ട് ആൾ ബൈക്കിൽ കയറി നിന്നു. സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും അതിന് കടയിൽ പോയി ആദ്യം എടുക്കുന്നത് കോലുമുട്ടായി ആയിരിക്കും. വേറെ എന്ത് കാണിച്ചു കൊടുത്താലും വേറെ ഒന്നും വേണ്ട, അത് മാത്രം മതി. ഈ പല്ലൊക്കെ എപ്പോൾ പോകുന്ന ഒരു പിടിയുമില്ല. പക്ഷേ നേരമാർഗം കഴിക്കൂല കേട്ടോ. വലിയ മുട്ടായി എടുക്കും, പക്ഷെ കുറച്ച് തന്ന് കഴിച്ചിട്ട് പിന്നെ അത് അങ്ങനത്തെ അവിടെ നമ്മൾ കളയേണ്ടി വരും. ഞാനധികം കഴിക്കില്ല. അവിടെ പോയി അതിന് കുറേ സാധനങ്ങളൊക്കെ എടുത്തു എന്നുണ്ടെങ്കിലും അതൊന്നും വാങ്ങിച്ചില്ല. കാരണം സ്ഥിരം കടയിൽ പോകുമ്പോൾ എടുക്കുന്നതാണ് ഇതെല്ലാം. ഇതൊന്നും കഴിക്കൂല. കവറിൻ്റെ ഭംഗി കണ്ടിട്ട് ഓരോന്നും എടുക്കും. അത് വേണം ഇത് വേണം എന്നൊക്കെ പറയും. പക്ഷെ അതൊന്നും എടുത്തില്ല. ആകെ വാങ്ങിച്ചു തേൻമുട്ടായി. പിന്നെ ഒരു ഷവർമ വാങ്ങിച്ചു. ഷവർമ വാങ്ങിച്ചിട്ട് വീട്ടിൽ വന്നിട്ട് കൊടുത്തപ്പോൾ പുതിയ ടൈപ്പ് ഷവർമയായിരുന്നു. ഇതുവരെ ഞങ്ങൾ വാങ്ങിക്കാത്തൊരു തരം ഷവർമയായിരുന്നു. അതുകൊണ്ട് അതിനും അത് പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ തന്നെ അത് കഴിക്കേണ്ടി വന്നു. അതിനൊരു തേൻമുട്ടായി ഇഷ്ടമായി. അപ്പോൾ അതിനും ഉപ്പയും കൂടിയിട്ട് ഇരുന്ന് തേൻമുട്ടായി ഇരുന്ന് കഴിക്കുകയാണ്. തുണിയിലൊക്കെ മടക്കിയിട്ട് അവരവരുടെ കബോർഡിൽ എല്ലാം വെച്ചു. പക്ഷേ എൻ്റെയും ഇക്കാൻ്റെയും മാത്രം വെക്കാൻ നേരം കിട്ടിയില്ല. അപ്പോൾ അതെല്ലാം രാത്രിയായപ്പോൾ എല്ലാം എടുത്ത് വെച്ച് ഒക്കെ നീറ്റാക്കി സെറ്റാക്കി വെച്ചു. അങ്ങനെ ഇന്നത്തെ ദിവസം കഴിയാനായി, രാത്രിയായി, ഉറങ്ങാൻ ടൈമായി. അതിനൊന്ന് ഉറങ്ങാൻ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറേ നേരം അതിൽ തന്നെ സമയം പോകും. അങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങളടങ്ങിയ ഒരു വീഡിയോ ആണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതിനൊന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് കിടത്തുന്നതിന് മുമ്പ് അതിനൊന്ന് ചുറ്റും ബെഡിൻ്റെ ചുറ്റും തലയാണി വെച്ചിട്ട് സേഫാക്കി വെക്കണം. അല്ലെങ്കിൽ ആൾ ക്ലോക്ക് പോലെ തിരിഞ്ഞ് ഏതെങ്കിലും ഭാഗത്തേക്ക് വീഴും. അതുകൊണ്ട് തന്നെ ഓരോ സൈഡും പില്ലോ വെച്ചിട്ട് ഒരു പാലം കെട്ടിയ പോലെ ഫുൾ വെച്ചിരിക്കുകയാണ്. കാരണം വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ആൾ ഉരുണ്ട് വീഴും. പിന്നെ